നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷമീറാണ്. ഞാനിന്നുള്ളത് ലാലിക സ്പോർട്സ് വില്ലേജ് എന്ന് പറയുന്ന തൊഴിയൂർ ICA സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ടർഫിലാണ്. ഇവിടെ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമ്മളൊരു കോച്ചുണ്ട്. സാറിൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ, എന്താ വിശേഷമൊക്കെ? സുഖമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ സാറിപ്പോൾ കുറേ ആയോ ഇവിടെ കോച്ചിങ് കൊടുക്കാൻ തുടങ്ങിയിട്ട്? 2.5 വർഷമായി അല്ലേ? ഓക്കെ. പേര് കൃഷ്ണകുമാർ അല്ലേ? വീട് ഇവിടെയൊക്കെ തന്നെ? ഓക്കെ. നിങ്ങളെ ഈ ക്ലബിൻ്റെ പേരെന്താ പറയുക? PNFC കോട്ടയം അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ. അവിടെയാണ് കളിക്കുന്നത്. ഞങ്ങൾ ടീം പ്ലേയേഴ്സൊക്കെ അങ്ങോട്ട് പോയി കളിക്കുകയാണ്. ഇവിടുന്ന് 100-150 കുട്ടികളുണ്ട്. പെൺകുട്ടി നാഷണൽ കളിച്ചു, പിന്നെ 2 സബ് കളിച്ചു. ബാംഗ്ലൂർ പോയി. വെരി ഗുഡ്. ഓക്കെ. ഗോകുലത്തിൽ ഒരു പ്ലെയർ കളിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മള് ഒരു നേരം പോകാൻ വേണ്ടിയിട്ട് 10 കുട്ടികളായിട്ട് തുടങ്ങിയതാണ്. 150 കുട്ടികളായി. പിന്നെ ഒക്കെ ഫ്രീ ആണ്. എനിക്കൊരു ചെറിയ ജോബ് ദിവസത്തിൽ ചെറിയ ജോബുണ്ട് അവിടെ. അപ്പോൾ പൈസ ഒക്കെ വെച്ചിട്ട് ചെറിയ ഇവരെന്നൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് തുടങ്ങിയതാണ്. എന്തായാലും നമ്മൾ ഫുട്ബോൾ മാത്രം നല്ല വളർത്ത കുട്ടികൾ ഇപ്പോൾ ഈ മയക്കുമരുന്നും അതിനൊക്കെതിരെ കുറെ കുട്ടികൾ നടക്കല്ലേ. അതിനൊക്കെതിരെ ഇങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് അവരെ തിരിച്ചു വിടുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ സ്പോൺസർമാരൊന്നും ഇല്ല. നമ്മൾ കുഴപ്പമില്ലാത്ത ആൾക്കാര് നമ്മളെ സഹായിക്കും. സത്യം പറയാ വലിയ പാതയിൽ പോവുക കുഴപ്പമില്ലാത്ത രസമാണ്. ഇവര് 10 മിനിറ്റ് 1 മണിക്കൂർ 2 മണിക്കൂറാണ് ക്യാമ്പ്. ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളാണ് ക്യാമ്പ്. ശനി ഞായർ മാത്രമേ ഉള്ളൂ അല്ലേ? ലാലിഗത്തെ മോർണിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഈ ടർഫിന്റെ കൺട്രോൾ ബഷീർ, പിന്നെ ഇവിടെ അതിലുള്ള മോർണിംഗിൽ എല്ലാവരും ഓണേഴ്സൊക്കെ നല്ല സഹായം സപ്പോർട്ട് ഉണ്ട്. നാട്ടിലത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അല്ലേ? ചെറുതായിട്ട് ഇതിൽ രാഷ്ട്രീയമില്ലല്ലോ. ഇല്ലല്ല, രാഷ്ട്രീയല്ല ഇതിൽ. കളിയിൽ രാഷ്ട്രീയല്ല, എല്ലാവർക്കും വേണമല്ലോ. ആൾക്കാരും എന്ത് ചോദിച്ചാലും ചോദിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് ഓരോ വർഷം വന്നാലും ഞങ്ങൾ സഹായിക്കും. സഹായിക്കും. പിന്നെ കണ്ടറിഞ്ഞ് സഹായിക്കണവരുണ്ടാവും. 4 കോച്ചസ് ഉണ്ട്. തീർച്ചയായിട്ടും 4 കോച്ചസ് ഉണ്ട്. വളരെ നല്ല കാര്യം. ലൈസൻസ് കോച്ചാണ്. നമ്മളെ പിള്ളേരൊക്കെ കളിച്ച് വളരട്ടെ അല്ലേ? ഒരു പക്ഷേ അവരുടെ ടാലന്റ് ഇരിക്കുന്നത് ചിലപ്പോൾ ഫുട്ബോളിൽ, ചിലപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ എത്താൻ കഴിവുള്ള പിള്ളേരുണ്ടാവുമല്ലോ. ഇപ്പോ ഇന്ത്യ കുറച്ച് ബാക്കിലായാലും പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് ASF വലിയ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് നാളൊക്കെ ആയിട്ട് ഇന്ത്യൻ കോച്ച് ആരാന്നറിയാം, ടീമിന്റെ. അത് മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഡെവലപ്പ് ആയി വരും. പണ്ടത്തെ പോലെ നമ്മളെ കാലത്തൊക്കെ പാടത്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. 50 രൂപയ്ക്കും ഒരു ബൂട്ട് വാങ്ങാൻ പൈസ ഇല്ലാതെ അതിന്റെ ഒരാള് ഉപേക്ഷിച്ച ബൂട്ടില് കടലാസ് കയറ്റി വെച്ചിട്ട് കളിച്ച കാലം. തീർച്ചയായിട്ടും ആ കാലത്തിൽ നിന്നൊക്കെ മാറിയല്ലോ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല സൗകര്യമായി. എല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റും. ഒക്കെ പാവപ്പെട്ട കുട്ടികളാണ്. കുട്ടികൾ മാത്രമേ കുറച്ച്. അതെ. മൊത്തം എത്ര കുട്ടികളുണ്ട് ഇവിടെ? 150 കുട്ടികളുണ്ട് അല്ലേ? വെരി ഗുഡ്. അവർക്കൊക്കെ നല്ല കാര്യം. എന്തായാലും സാറ് താങ്ക്സ് ഇട്ട് എത്ര നേരം ഞങ്ങളോട് സംസാരിച്ചു. ഓക്കെ. ജിതിൻ. പിന്നെ മറ്റേ അശോക് കുമാർ അല്ലേ? ഇന്റർനാഷണൽ പ്ലെയർ ആണ്.